ഭിന്നശേഷി സമൂഹത്തെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് സാമൂഹ്യക്ഷേമ വകുപ്പ്. മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിൽ ആദവനാട് ഗ്രാമത്തിൽ ഭിന്നശേഷിക്കാർക്കായി സംയോജിത ഗ്രാമം ഒരുങ്ങുകയാണ്. ഭിന്നശേഷി വ്യക്തികൾക്ക് സമഗ്രവും അന്തസ്സുമായ ജീവിതം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നത്. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കേരളത്തിലെ തന്നെ ആദ്യ സംയോജിത ഗ്രാമം പദ്ധതിക്ക് ആദവനാട് കുറുമ്പത്തൂരിൽ തറക്കല്ലിട്ടു. ഇത് ഒരു വലിയ യാത്രയുടെ ഭാഗമായിട്ട് നടന്ന ഒരു പ്രൊജക്റ്റാണ്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ മന്ത്രിയായി ഞാൻ ചുമതല ഏറ്റെടുത്ത് ഏറെ നാൾ കഴിയുന്നതിന് മുൻപ് 2021 ജൂൺ മാസം 5-ാം തീയതി ഏതാനും ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ആ സന്ദർഭത്തിൽ ഭിന്നശേഷി സമൂഹത്തിൻ്റെ ജീവിതങ്ങൾ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് ഒരു മെസ്സേജ് എന്നെ ടാഗ് ചെയ്ത് വരികയുണ്ടായി. അതിൽ പറഞ്ഞിരുന്നത്, ഗൾഫിൽ ജോലി ചെയ്യവേ ഭാര്യ വാഹന അപകടത്തിൽ മരണപ്പെട്ടു പോയപ്പോൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന മകളെ നോക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു പിതാവിൻ്റെ സഹനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, ഭൗതിക വെല്ലുവിളികൾ അനുഭവിക്കുന്നവരും തീവ്ര ഭിന്നശേഷി അനുഭവിക്കുന്നവരുമായ കുട്ടികളുടെ മാതാപിതാക്കൾ എത്രമാത്രം ആന്തരിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ആ പോസ്റ്റിൽ ഇത്തരത്തിലുള്ള ഒരു പുനരധിവാസ ഗ്രാമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ ആ പോസ്റ്റിൻ്റെ പിന്നിലുള്ള വ്യക്തി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഭിന്നശേഷിക്കാർക്ക് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു അസിസ്റ്റന്റ് ലിവിംഗ് സംവിധാനമാണ് ഒരുങ്ങുന്നത്. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി തുടങ്ങിയ അനുബന്ധ ചികിത്സാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാകും. കൂടാതെ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, ഡേ കെയർ സെന്ററുകൾ, ഭിന്നശേഷിക്കാരുടെ വിനോദത്തിനായുള്ള സെൻസറി പാർക്കുകൾ എന്നിവയാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. ആദവനാടുള്ള 5 ഏക്കർ ഭൂമിയിലാണ് ഗ്രാമം നിർമ്മിക്കുക. സാമൂഹ്യനീതി വകുപ്പ് നേരിട്ട് നടപ്പാക്കുന്ന പദ്ധതിയുടെ പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റായി കോസ്ഫോർഡിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ വിദഗ്ധർ അടങ്ങുന്ന ഒരു ടെക്നിക്കൽ കമ്മിറ്റി മേൽനോട്ടം വഹിക്കും. തീർത്തും പരിസ്ഥിതി സൗഹൃദമായാണ് നിർമ്മാണം. പ്രകൃതി വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി പരിസ്ഥിതിക്ക് ആഘാതം കുറഞ്ഞ രീതിയിൽ ഗ്രീൻ ബിൽഡിംഗ് സാങ്കേതിക വിദ്യയാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. വെളിച്ചം, വായുസഞ്ചാരം, താപനില എന്നിവ പ്രകൃതിദത്തമായി നിലനിർത്താൻ ഇതിലൂടെ സാധിക്കും. പ്രാരംഭഘട്ടത്തിൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് ബ്ലോക്കും ഡേ കെയർ സെന്ററും റോഡുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിനായി 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.